ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്കിത് കുറേ ദിവസം സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും, അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് മൈദയാണ്. ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാൻ 1 ടീസ്പൂൺ എള്ള് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറുത്ത എള്ളാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഓയിലാണ്. ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കാം. പകരം വെളിച്ചെണ്ണ എടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് കൂടുതൽ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഈ ഓയിലിൻ്റെ അളവ് എന്ന് പറയുന്നത് കറക്റ്റായിട്ട് പറയുന്നില്ല. ജസ്റ്റ് നമ്മൾ പുട്ട് നനയ്ക്കുന്ന പോലെ ഈ പൊടി ഒന്ന് നനച്ചെടുക്കണം. നമുക്ക് കറക്റ്റായിട്ട് കയ്യിൽ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ നന്നായിട്ട് ബോൾസ് ആക്കി എടുക്കാൻ പറ്റണം. ആ ഒരു പരുവാവുന്നത് വരെ നമ്മൾ കുറച്ചായിട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഏകദേശം 2 ടേബിൾ സ്പൂണൊക്കെ ഏകദേശം ഓക്കെ ആയിരിക്കും. അപ്പോൾ നന്നായിട്ട് നമ്മൾ കുറച്ചും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഈ സ്റ്റെപ്പാണ് ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്. ഇത് കറക്റ്റായിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് സ്നാക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് പിടിക്കുന്ന സമയത്ത് നന്നായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റണം. തൊടുമ്പോൾ അത് പൊടിഞ്ഞു പോകാൻ വേണം. ആ ഒരു പരുവത്തിൽ തന്നെ ആവണം, എന്നാലും നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചായിട്ട് സാധാ വെള്ളം ഒഴിച്ചിട്ട് നല്ല സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് കുഴച്ചെടുക്കാം. നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാൻ അത്യാവശ്യം നന്നായിട്ട് ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. വെള്ളം നമ്മൾ ചേർക്കുന്ന സമയത്ത് മൈദയാണ്, ഒരുപാട് കൂടുതൽ ഒരുമിച്ച് ചേർക്കരുത്. കുറച്ചായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. വെള്ളം ഒരുപാട് കൂടിക്കഴിഞ്ഞാലും ഓയിൽ കുടിക്കും. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി അങ്ങ് വെള്ളം ഒഴിക്കേണ്ട. അപ്പോൾ ഞാനിത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ചൊന്ന് ഓയിലാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോഴേക്ക് നന്നായിട്ട് നമുക്കിത് സെറ്റായിട്ട് കിട്ടും. അപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക 2 സൈഡിലും. മാറ്റി വെക്കണം നിർബന്ധമില്ല. മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ പരത്താനൊക്കെ സുഖമായിരിക്കും. അപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിതൊന്ന് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് റോൾ ചെയ്തെടുത്തതിന് ശേഷം നമ്മളിത് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മൾ ഏകദേശം ഈ ഒരു കപ്പ് മൈദ വെച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു 5 പീസൊക്കെ ആക്കി എടുക്കാം. അപ്പോൾ ഞാനൊരു 5 ബോൾസ് ആക്കി എടുക്കുന്നുണ്ട്. ചെറുതായിട്ട് ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഓരോ ബോൾസായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഒരുപാട് സമയമൊന്നും വേണ്ട. അപ്പോൾ എല്ലാ ബോൾസും ഞാനിത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ കുറച്ച് പൊടി ഇട്ടിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുത്തിട്ട് വരാം. ഇത് നമ്മൾ ഓയിൽ ചേർത്തത് കൊണ്ട് തന്നെ വല്ലാണ്ട് അങ്ങ് അടിയിൽ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. നന്നായിട്ട് നമുക്ക് പരത്തിയെടുക്കാനൊക്കെ പറ്റും. അപ്പോൾ നല്ല തിന്നാക്കുന്നവരെ ഒന്ന് പരത്തിയെടുക്കുക. എത്രത്തോളം തിന്നാക്കി എടുക്കാൻ പറ്റും അത്രയും തിന്നാക്കിയിട്ട് പരത്തിയെടുക്കുക. മാക്സിമം പൊട്ടി പോകാണ്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിത് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് കുറച്ചൊന്ന് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് എല്ലായിടെയും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മളിത് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ കട്ട് ചെയ്ത് ഫ്രൈ ചെയ്യുന്നത്. അതുകൊണ്ട് ഫുള്ളായിട്ട് ഒട്ടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എണ്ണയാക്കുന്നത്. പിന്നെ നമ്മൾ ഫുള്ളായിട്ട് മൈദ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. മൈദ എല്ലായിടെയും നന്നായിട്ട് സ്പ്രെഡ് ആവണം, എന്നാലേ നന്നായിട്ട് നമുക്കിങ്ങനെ ഒട്ടാതെ കിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതുപോലെ ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. പെട്ടെന്നൊന്ന് റോൾ ചെയ്തെടുത്താൽ മതി. അപ്പോൾ മുഴുവനായിട്ട് നമ്മൾ റോൾ ചെയ്യരുത്. അതിൻ്റെ അറ്റം നമ്മൾ കുറച്ചൊന്ന് വെള്ളം തൊട്ടിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ 2 സൈഡിൽ ഞാൻ വെള്ളമാക്കിയിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ ആ അറ്റം നന്നായിട്ട് ഒട്ടി കിട്ടുകയും ചെയ്യും. കുറച്ച് ഇതൊന്ന് തിന്നായിട്ട് കിട്ടുകയും ചെയ്യും. ഒരുപാട് തിക്കായി കഴിഞ്ഞാൽ നമുക്ക് വേവിച്ചെടുക്കാൻ ഒത്തിരി സമയം വേണ്ടി വരും. അതുകൊണ്ട് നന്നായിട്ട് ഇതുപോലെ റോൾ ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഇത് കാണാനും ഭംഗിയാണ്, അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും. കുട്ടീസിനൊക്കെ നല്ല ഇഷ്ടമാവും കാണുമ്പോൾ തന്നെ. അപ്പോൾ ഞാനിതൊന്ന് കാണിച്ചു തരാം. ഏകദേശം ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെ ലെയറൊക്കെ വന്നിട്ടാണ് ഉണ്ടാവുക. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ ചൂടാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു മീഡിയം ചൂടിൽ വേണം നമ്മളിതിട്ട് ഫ്രൈ ചെയ്യാനായിട്ട്. ഒരുപാട് തീ കൂട്ടി വെച്ച് ഫ്രൈ ചെയ്യരുത്. കാരണം ഉള്ളിൽ 2-3 ലെയറൊക്കെ വരുന്നതാണ്. വേവാനായിട്ട് കുറച്ചധികം ടൈം എടുക്കും. അപ്പോൾ നമ്മൾ ഇട്ടതിന് ശേഷം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ കുറേ എണ്ണം നമുക്ക് ഒരുമിച്ച് ഫ്രൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒത്തിരി ടൈമും എടുക്കില്ല. നന്നായിട്ട് നമ്മൾ കുറച്ച് സമയം വെച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഒരു സൈഡ് ഒന്ന് കളർ മാറുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഏകദേശം ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് നമുക്കിതെടുത്ത് മാറ്റിയാൽ മതി. അപ്പോൾ ഇത് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കളർ തന്നെ മതി. ഇനി കൂടുതൽ കളർ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു കളർ ആവുന്ന സമയത്ത് നമുക്കിത് എടുത്തിട്ട് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നമുക്കത് തൊടുമ്പോൾ തന്നെ മനസ്സിലാവും. ഈ ഒരു സ്പൂൺ വെച്ച് എടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ക്രിസ്പി ആയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇനി ഞാനിതെടുത്ത് മാറ്റുവാണ്.
ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം വേണം നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട്. ചൂടോടെ എടുക്കുമ്പോൾ അത്ര ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടില്ല. നമ്മളിങ്ങനെ അടച്ച് വെക്കുന്ന സമയത്ത് സോഫ്റ്റ് ആയി പോകും. അപ്പോൾ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമ്മളിതൊന്ന് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ അടച്ച് വെച്ചാൽ മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.